ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറി നീ അടുത്തപ്പോ എന്റെ മാതാവേ, അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണിയാണ് ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടില്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയായിരുന്നു. പിടിച്ചാൽ നിന്നെ കൊല്ലും മകളെ. കൊല ഇപ്പൊ തന്നെ നടക്കും. ദേവരുന്ന മാലക്കിളവി. ജയ് ഹനുമാൻ. ഈശോ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? ഓർക്കണം, എന്റെ മകളാ. മാപ്പാക്കണം ഇവരെ. ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു? സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഇപ്പൊ മനസ്സിലായി കേട്ടാ. സ്വാമികൾ എന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ? മുത്തച്ഛി ഇവിടെ നിന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. പെണ്ണുങ്ങള് പൂജാമുറിക്കകത്ത് ചേർന്ന് സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മകളുടെ പേരെന്താ? അയ്യോ, ഇതെന്ത് പറ്റി? കുട്ടിയുടെ പേര് ചോദിച്ചതാ. എന്താ തമ്പുരാന്? ഇത് ഗ്യാസാ. പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം. ത്രയംബക തമ്പുരാട്ടി. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന. ഗ്യാസ് വലച്ച്. പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ? ഒരു 15 മിനിറ്റിന്റെ താമസമുണ്ട് മുത്തശ്ശി. മുത്തശ്ശി പൊക്കോളൂ, ഞാൻ സ്വാമിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം. അത് വേണ്ട, ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും. അയ്യോ, അതുകൊണ്ടല്ല. പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമിക്ക്. എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടു. നല്ലത്. സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം, ആഹാരം കഴിച്ചിട്ട് പോവാം. വരും, ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ. താൻ ഊണ് കഴിക്കാൻ പോവല്ലേ? പോവും. തന്റെ മുട്ടേറി ഞാൻ തല്ലി ഓടിക്കും. പേടിപ്പിക്കാ. എന്നാ ഞങ്ങ പോണില്ല. ഇതാ ഞാൻ പറഞ്ഞ കോവിലകം. തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പുരാക്കന്മാരാ ഇവിടെ ഉള്ളത്. ഡെയ്സിയെ കാണാൻ പോലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ലാന്ന് വരും. നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി നാളെ ഇറക്കാം. അല്ലെങ്കിൽ എറണാകുളത്ത് പറ്റിയ ടീമുണ്ട്. എന്നതാ തോമാച്ച ഇത്? തല്ലിനും ഗുണ്ടായുസത്തിനൊന്നും പോണ്ട. അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ? എന്തൊക്കെ ചെയ്താലും 4 ആൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട്. കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി. അമ്മച്ചി പറഞ്ഞാ എന്റെ ശരി. ഇല്ലെങ്കിൽ കല്യാണ പെണ്ണൊരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാരറിഞ്ഞാ ഏറെ നാണക്കേട് എനിക്കാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൂളയില്ലാത്തത്. അതിലൊരു തമ്പുരാനാ വരുന്നത്. മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം. നീ ശരിയാക്കാനൊന്നും പോണ്ട. ഇവിടെ ഉള്ളവന്മാരെല്ലാം ഒരു വിവരമില്ലാത്ത ഭ്രാന്തന്മാരാ. ദേ വന്നു. ഭ്രാന്ത് നിന്റെ ഈ നിൽക്കുന്ന തന്തകടത്തേണ്ടി. ഞാനിവന്റെ തന്തയല്ല. എന്നാ നിന്റെ തന്തകടത്തേണ്ടി. എന്താ? ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യമാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ. ഇവരൊക്കെ ആരാ? നിന്റെ കൂടെ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഭ്രാന്തന്മാർ. അച്ചായ, ഞാൻ പറഞ്ഞില്ലേ മറ്റേത്? എന്താ പറഞ്ഞേ? ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ. താനൊരു കാര്യം മനസ്സിലാക്കി. ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം. ഇങ്ങോട്ട് നോക്കി. അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത്. നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല, പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കാൻ വേണ്ടത്. ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പോച്ചൻ. ഇത് അമ്മച്ചി സാറാമ്മ. ഇത് തോമാച്ചൻ, അവളുടെ ഇച്ചായൻ. അപ്പൊ ഈ അവതാരോ? അവതാരം എന്റെ ഞാൻ കെട്ടാൻ വന്ന പെണ്ണാവള്. അറിയൂ? ഏതവള്? താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ? മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത് നിങ്ങളാ. ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി. വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം. ഹേ സ്ത്രീയെ, ഇവിടെ നിങ്ങളുടെ മകളില്ല. ഇത് കോവിലകമാണ്. ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല. എടോ ചെട്ടിയാരെ, താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ടുവിടും. അച്ഛൻ നിന്ന് ആ ആൽബോഞ്ഞൊക്കെ എടുത്ത് ഇത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്. ഇപ്പൊ മനസ്സിലായോ ആർക്കാ ഭ്രാന്തം? പറക്കണോണ്ടാ. അയ്യോ
ഇതെന്ത് പറ്റി അമ്മാവാ പിടിച്ചേ. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? അമ്മാവാ എന്താ ഉണ്ടായേ? ഞങ്ങൾ വന്നു കേറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ഭഗവതി, ഇത്ര പെട്ടെന്ന് ഏട്ടൻ എന്ത് പറ്റി? അമ്മാവാ ഇതെന്ത് ഭാഷയാണ് അമ്മാവാ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് പറ രാമാ. എന്ത് പറ്റി അമ്മാവന്? എന്താ? ദേ, മായയോട് അവനെന്തോ പറയണോന്ന്. പറഞ്ഞോളൂ അമ്മാവ, എന്താ ഉണ്ടായേ? ഓ, എന്തെങ്കിലും തിന്നാൻ വേണോ? വെറ്റില മുറുക്കണോ? ഓ, പടം വരയ്ക്കണോ അല്ലേ? എഴുതി കാണിക്കാന്നാണോ? ശങ്കര, ഒരു പേനയും കടലാസും വേഗം ഇഞ്ഞു കൊണ്ടുപോവാ. അയ്യോ, എന്റെ ഭഗവതി, കൈ തളർന്നുപോയല്ലോ. കൃഷ്ണ, വേഗം ചെന്ന് മേപ്പാടിനെ വിളിച്ചോണ്ട് വരിക. ഇവിടെ അനർത്ഥങ്ങൾ കൂടുകയാ. ഇതിന് പരിഹാരം ചെയ്യാൻ മേപ്പാടിനെ പറ്റൂ. ഇതിന് മന്ത്രവാദമൊന്നുമല്ല, നല്ല ചികിത്സ ആവശ്യം. കുട്ടി, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊറേ കണ്ടതാ. എന്നാലും വർമ്മമ്മവൻ ഇങ്ങനെ തളർന്നു വീണ സ്ഥിതിക്ക് മേപ്പാടിനെ അല്ല വരുത്തേണ്ടത്, ഡോക്ടർ തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് എത്ര ദുർമരണങ്ങളാ അടിക്കടി ഈ വീട്ടിൽ നടന്നിട്ടുള്ളത്. അന്ന് അതിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റിയില്ല. ഈ മേപ്പാടന അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയത്. കുട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഈ മുത്തശ്ശിയെ പഠിപ്പിക്കാൻ വരരുതാ. അസുഖം വന്ന ഡോക്ടർമാരെ വിളിക്കേണ്ടത്, അല്ലാണ്ട് മന്ത്രവാദിയല്ല. ഉണ്ണി ഇതിനൊക്കെ സമ്മതം കൊടുക്കണ്ടല്ലോ. മുത്തശ്ശിയോട് തർക്കിക്കാന്നല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? BP കൂടി വീണതായിരിക്കേ വഴിയുള്ളൂ. എന്ത് ചെയ്യാം? കോലോത്ത ഫാമിലി ഡോക്ടർ മേപ്പാടനാ. അയാള് വന്ന് പോട്ടെ, പിന്നെ നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം. അപ്പോ മേപ്പാടിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചോ? ഉവ്വ്, കൊണ്ടുവരാൻ കേശം പോയി കഴിഞ്ഞു. മായ എന്താ ആകെ മൂടോട്ടായിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഇവിടെ വല്ലാണ്ട് ബോറടിക്കണോ. നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? എന്താ, വേഗം റെഡി ആയിക്കോളൂ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു ഗുണവുമില്ല. കാര്യങ്ങൾ കുഴയുന്ന ലക്ഷണമാണ്. അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഈ ശക്തി കാരണം നിനക്കങ്ങനെ തോന്നിയായിരിക്കുമോ ജെയിംസേ? അവിടെ കണ്ട നമ്മുടെ ഡെയ്സിമോളെ തന്നെയാണോ? അച്ഛൻ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഞാൻ അത്ര കൊച്ചുകുട്ടിയാണോ? എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഡെയ്സിയെ. ഇനി പബ്ലിസിറ്റി ആവുമോ എന്ന് ഭയന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പ്രശ്നം നിയമപരമായിട്ട് കൈകാര്യം ചെയ്താലോ? ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പോലീസിൽ അറിയിക്കാം. അമാനുഷിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് എന്നാൽ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി. പിന്നെ ഇതുപോലെ പത്രവാർത്ത എങ്ങനെ ആയാൽ? ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? നിനക്കിത് പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പൊ തന്നെ ഡെയ്സി ഓരോരുത്തർ തിരക്കുമ്പോൾ മൈസൂരിലെ എന്റെ പെങ്ങളുടെ വീട്ടിലാണെന്നാ പറയുന്നത്. നാലാൾ അറിഞ്ഞാ പിന്നെ എന്റെ കുടുംബം കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. പിന്നിപ്പോ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഏതായാലും മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്നാണല്ലോ പ്രമാണം. ആ വഴി ഒന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെ? കടമറ്റത്ത് കത്തനാരച്ചന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ഫാദർ ഉണ്ട്. എത്ര കൊടിയ ബാധയും കുരിശേൽ നിർത്തുമെന്നാ കേട്ടത്. ചെകുത്താന്മാരെ ഒഴിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചെകുത്താനച്ചൻ എന്ന പേരില്ല. അത്ര വലിയ മന്ത്രവാദിയാ അദ്ദേഹം. മന്ത്രവാദി മാത്രമല്ല, ലോകപ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് കൂടിയാ. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചെകുത്താനത്തിനെ കാണാം. ഈ ചെകുത്താനച്ചന്റെ മേടേതല്ലേ? ചെകുത്താനച്ഛനോ? അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടെ, അത് അച്ഛന്റെ ഇരട്ട പേരാകുന്നു. അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത്. വിശ്വാസികൾ ഡോക്ടർ മികായലച്ച എന്നെ വിളിക്കൂ. ഒരു ബാധ കയറിയ കേസ് ഉണ്ടായിരുന്നു. അച്ഛനൊന്ന് കാണണമല്ലോ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആളെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആർക്കാ? എല്ലാം മിഖാലച്ചനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓ, കയറി വരൂ കുഞ്ഞാടുകളെ.
പിന്നെ ശ്വാസം